ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം 2025 സംഘടിപ്പിച്ചു. കുട്ടികളുടെ പഠന മികവുകൾ പ്രദർശിപ്പിക്കുന്നതിനായാണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം 2025 സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക സത്യ ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻകാലങ്ങളിലെ പരിതാപകരമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിന് ജനകീയമായി ശരിയായ ദിശയിലേക്ക് നയിക്കാൻ നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഒരു സമൂഹം തൻ്റെ അവകാശങ്ങളെക്കുറിച്ചോ തൻ്റെ ശേഷിയെക്കുറിച്ചോ തൻ്റെ വിവിധങ്ങളായ തലങ്ങളിലുള്ള പ്രവർത്തന മികവുകളെ സംബന്ധിച്ചോ ബോധ്യമല്ലാതായിത്തീരുന്നത് നിരക്ഷര സമൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ മുറിച്ചു കടക്കാൻ ഏറ്റവും അഭികാമ്യമായ ഒന്ന് അറിവ് നേടുക എന്നത് തന്നെയാണ്. അറിവ് നേടാൻ നമ്മുടെ ചടങ്ങിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. റെഡിയായ തരങ്ങളിൽ പോകത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ കുടുംബത്തിൽ നിന്നും സ്കൂളുകളിൽ നിന്നും എല്ലാം ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ ഒരു നിങ്ങളോടെല്ലാം പറയാനുള്ള ഓരോ വേദികളും നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഇതെല്ലാം പറയുന്നതായിരിക്കും. ഇന്നെന്തായാലും നമ്മുടെ പഠനോത്സവമാണ്. ഏറ്റവും സന്തോഷത്തോടെ പഠനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി, പഴയന്നൂർ BPCK പ്രമോദ്, PTA വൈസ് പ്രസിഡന്റ് സെൽവകുമാർ, MPTA പ്രസിഡന്റ് ശ്രീജ രാമചന്ദ്രൻ, സ്റ്റാഫ് പ്രതിനിധി സജൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അത് ജനപ്രതിനിധികളെ അടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു പ്രവർത്തനമാണെന്നും അവർക്ക് കൂടിയുള്ള ശില്പശാല സംസ്ഥാന സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ജനപ്രതിനിധികൾ പറയരുത്. നമ്മോട് പറഞ്ഞത് പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം പരിപാടികളിൽ പോകുമ്പോൾ പഠനോത്സവത്തോടൊപ്പം ഇത് കൂട്ടിച്ചേർത്ത് പറയണം. അപ്പോൾ 2 മിനിറ്റ് എടുക്കാതെ വയ്യ. പറയുന്നത് പഠനോത്സവം എന്ത് നമുക്കറിയാം. നാം ഉത്സവങ്ങളുടെ കാലത്താണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളിൽ സ്കൂൾ തല കലോത്സവം, ഉപജില്ല, ജില്ല, സംസ്ഥാന കലോത്സവങ്ങൾ, അതേപോലെ കായിക മേളകൾ, അതേപോലെ ശാസ്ത്രോത്സവങ്ങൾ ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഈ വർഷാവസാനത്തിലെ പഠനോത്സവത്തിലേക്ക് വരുന്നത്. അതിനിടയിൽ നാം തനതായി രൂപപ്പെടുത്തിയെടുത്ത ഒരു വാർഷികവും നടന്നിട്ടുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ വളരെ കൃത്യതയോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, നാം ചെയ്യുന്നുണ്ട്. നീണ്ടുനിന്ന നമ്മുടെ അധ്യയന കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളിലുണ്ടായ മാറ്റവും അവരുടെ കഴിവും വിലയിരുത്തപ്പെടുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഒരു വർഷത്തെ പഠന കഴിവുകളെ വിലയിരുത്തുക എന്നതിലുപരി പൊതുവിദ്യാഭ്യാസ രംഗം നേടിയെടുത്ത ഇന്നത്തെ അവസ്ഥ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുവിദ്യാഭ്യാസ രംഗം മറ്റേതൊരു മേഖലയെക്കാളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുകയും വളരെ സമഗ്രമായ പദ്ധതിയോടുകൂടി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ള വിവരം പൊതുജന സമക്ഷം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ചടങ്ങിൽ പ്രിയ നന്ദി അർപ്പിച്ചും സംസാരിച്ചു. കുട്ടികളുടെ പഠന മികവുകൾ പ്രദർശിപ്പിക്കുന്നതിനും കുട്ടികൾക്കൊരു വർഷത്തിൽ ലഭിച്ച പഠനമൂല്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായാണ് പഠനോത്സവം സംഘടിപ്പിച്ചത്. CCV ന്യൂസ്, പാഞ്ഞാൾ.